ട്രാവൽ ഡേ നൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പനി പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഐലൻഡിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഈ ഐലൻഡിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ തീർച്ചയായും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോ കണ്ടു നോക്കാം. ഞങ്ങളിപ്പം ഞാനും ഫിറോസ് ഭായും ഉണ്ട് തായ്ലാൻഡിൽ ഫ്രീയിൽ നിൽക്കുകയാണ്. ഫ്രീയിൽ നിന്ന് നമ്മളൊരു ഐലൻഡിലേക്ക് പോകാൻ പോവാണ്. അപ്പം അല്ല കാങ്ങുണ്ട് കാങ്ങിസ്. സോ നമ്മൾ ഒരു ഐലൻഡിലേക്ക് പോവാണ്. ഞാൻ ആ നാച്ചുറലായിട്ടുള്ള സൗണ്ട് കട്ട് ചെയ്യാതെ ഇട്ടതായിരുന്നു. ഓക്കെ, എനിവേ, അപ്പോൾ ഈ ബോട്ട് പോകുന്നത് 2 ഐലൻഡിലേക്കാണ്. ഒന്ന് കൊപ്പയാം, പിന്നെ വേറൊന്ന് കൊച്ചാങ്. നമ്മൾ പോകുന്നത് കൊച്ചാങ്ങിലേക്കാണ്. അപ്പോൾ കൊച്ചാങ്ങിലേക്കുള്ള ആൾക്കാരെ അവസാനമാണ് അവർ കയറ്റുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ ഇവിടെ പേരിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I think he's joking with me. No. It's a video. You please answer. I'm going to Koh Chang. For what? What do you want to see there? I don't know, so I just follow him. That is my big problem. കാങ്ങിൻ്റെ അടുത്ത് കുറേ തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിവേ, എല്ലാവരും കൊപ്പയാങ്ങിലേക്കുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ബോർഡിംഗ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബോർഡ് ചെയ്യാൻ പോവാണ്. 70 baht. Sure. No. You give me $100. Okay. จากนี่เมื่อกี้ตั๋วที่รับช้างผมบินมันทั้งหมด ഈ ബോട്ടിലെ സ്റ്റാഫുകളൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ് കേട്ടോ. അവരുടെ അടുത്തും കുറേ തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബോർഡിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ആദ്യം ഒരു കായൽ പോലെയുള്ള 2 സൈഡിലും കണ്ടൽക്കാടൊക്കെയുള്ള ഒരു കായലിലൂടെയാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ അടുത്തുള്ള കുറച്ച് മറ്റ് യാത്രക്കാരൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പ് പെട്ടെന്ന് ആവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് ആ കായൽ. 2 സൈഡിലും കണ്ടില്ലേ, കണ്ടൽക്കാടുകളാണ്. അതിമനോഹരം എന്ന് പറഞ്ഞാൽ, മനോഹരം എന്നൊന്നും പറഞ്ഞാൽ പോരാ. ഇത് നേരിട്ട് നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ക്യാമറയിൽ മനസ്സിലാക്കാൻ പറ്റില്ല എന്നല്ല, എങ്കിലും നേരിട്ട് വന്ന് കണ്ട് ഇതൊക്കെ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അതൊരു പ്രത്യേകം, നമുക്ക് പറഞ്ഞറിയിക്കാനൊന്നും പറ്റാത്ത ഒരു അനുഭൂതി തന്നെയാണ്. സജി എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ആവും. കൂടുതൽ സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. ഇപ്പോൾ തന്നെ അതിലുള്ള ജർമ്മനിയിലുള്ള ആൾ, ഇറ്റലി, സ്വിറ്റ്സർലാൻഡ്, അവരൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും നന്നായി ഫ്രണ്ട്ഷിപ്പായി. ഇനി ഇവരെ ഇവിടെ മാത്രമല്ല, ഈ ബോട്ടിൽ മാത്രമല്ല, ഇനിയിപ്പോൾ നമ്മൾ ഐലൻഡിലേക്ക് പോകുമ്പോൾ ഐലൻഡിൽ വെച്ച് പല സ്ഥലങ്ങളിലും വീണ്ടും ഇവരെയൊക്കെ കാണാനും വീണ്ടും സംസാരിക്കാനും ഒക്കെയുള്ള സമയങ്ങൾ ഇനി വീണ്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതേപോലെയുള്ള ഐലൻഡുകൾ പോകുമ്പോൾ നമുക്ക് പല ടൂറിസ്റ്റുകളായിട്ടും പലരായിട്ട് പരിചയപ്പെടാനും മിങ്കിൾ ചെയ്യാനും പിന്നെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കാനും ഒക്കെ പറ്റും. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോഴും കായലിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇവിടെ ഈ ഭാഗങ്ങളിലൊന്നും അത്ര വലിയ ആഴമില്ലെങ്കിലും ഫാസ്റ്റ് ബോട്ടിനൊക്കെ പോകാനുള്ള ഒരു സൗകര്യമേ ഉള്ളൂ. അത്ര കൂടുതൽ ആഴമില്ല. പക്ഷേ ഈ കായൽ കഴിഞ്ഞിട്ട് നമ്മൾ കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ ഡീപ്പായിട്ടുള്ള ഓഷ്യനാണ്. അതായത് ഭയങ്കര താഴ്ചയുള്ള ഓഷ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപകടകാരി എന്ന് തന്നെ പറയാം. ഈ ചില സമയങ്ങളിൽ റെയിനിങ് സീസണിലൊക്കെ ഈ കടൽ വല്ലാതെ ക്ഷോഭിക്കും. തിരമാലകൾ കൊണ്ട് പിന്നെ ബോട്ടിനൊന്നും പോകാൻ പറ്റില്ല. ഇത് നമ്മളൊരു ബോട്ടിലാണ്. ഈ ബോട്ടിൽ നിന്ന് നമ്മളിപ്പോൾ പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐലൻഡിലേക്കാണ്. ഈ ഐലൻഡിലെ എക്സ്പോഷൻസ് പുള്ളിക്കാരനുണ്ട്. ഹീസ് ഫ്രം ജർമ്മനി, ദിസ് ഗൈ ഈസ് ഇറ്റലി, ദാറ്റ് ഗൈ ഈസ് നമ്മളെ നാട്ടിലൊന്ന് മനസ്സിലാക്കി എത്ര ആൾക്കാർ നമ്മളെ നാട്ടിൽ എവിടെയൊക്കെ. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തായ്ലാൻഡിൽ ബാങ്കോക്ക്, അതിനിടയ്ക്ക് പട്ടയ, ഇതൊന്നും അല്ലാത്ത ഐലൻഡും ഇവരെ പോലുള്ള ആൾക്കാർ മാത്രം പോകുന്ന സ്ഥലം, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അതിനകത്ത്
സജി പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, കാരണം നല്ല കാറ്റാണ്. അതുകൊണ്ട് തന്നെ സജി പറഞ്ഞതൊന്നും വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതായത് ഈ ടൂറിസ്റ്റുകൾ മിക്കതും നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ടൂറിസ്റ്റുകൾ നേരെ ബാങ്കോക്കിലും പട്ടായയിലൊക്കെയാണ് പോകുന്നത്. അത് തന്നെ 15-20 പ്രാവശ്യമൊക്കെ വന്നിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം, പട്ടായയിലേക്ക് മാത്രം, ബാങ്കോക്കും പട്ടായയും, വേറെ എവിടെയും പോവില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതേപോലെയുള്ള ഐലൻഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് നമ്മൾ തായ്ലാൻഡ് ശരിക്കും മനസ്സിലാക്കുന്നതും എന്താണെന്ന് അറിയാൻ പറ്റുന്നതൊക്കെ. അതുമാത്രമല്ല, ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഈ പട്ടായയിലും ബാങ്കോക്കിലൊക്കെ നിങ്ങൾ എന്താണോ അവിടേക്ക് സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അവിടെ കിട്ടുന്ന എൻ്റർടൈൻമെൻറ്റ്സ് എല്ലാം ഇതേപോലെയുള്ള ഐലൻഡുകളിൽ, മറ്റുള്ള സ്ഥലങ്ങൾ, ഇതേപോലെയുള്ള പല സ്ഥലങ്ങളിലും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ എൻ്റർടൈൻമെൻറ്റും ഉണ്ടാവും, കിട്ടും. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പ്രത്യേകം പറയാം. ഇൻഡിവിജ്വലായിട്ടൊക്കെ ഈ പട്ടായയിലൊക്കെ പോകുന്നത് ഇപ്പോൾ പണ്ടത്തേതുപോലെ അത്ര സേഫൊന്നുമല്ല. ഞാനിത് ആരെയും പേടിപ്പിക്കാനോ ഒന്നും പറയുന്നതല്ല, ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നെന്ന് മാത്രം. അവിടെയൊക്കെ നിങ്ങൾ തിരിച്ച് നാട്ടിൽ പോയി കഴിഞ്ഞാൽ യൂട്യൂബ് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അതിലെ പട്ടായയിലോ വാക്കിംഗ് സ്ട്രീറ്റിലൊക്കെ നടക്കുന്നതും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതും ഒക്കെ ക്യാമറയിൽ അവിടെ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. പക്ഷേ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ട്രാവൽ ഏജൻസി വഴിയൊക്കെ വരുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഒരുപാട് പേരുണ്ടാവും, അവരാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. ഇൻഡിവിജ്വലായിട്ട് വരുമ്പോൾ നമ്മളാരും കൺട്രോൾ ചെയ്യാനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും പല സ്ട്രീറ്റിൻ്റെ ഒക്കെ ഉള്ളിലും അവിടെ ഇവിടെയൊക്കെ പോകും. അപ്പോൾ അതൊക്കെ ക്യാമറകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ നല്ല ഡീപ്പ് ഓഷ്യനിലേക്ക് കടന്നു കേട്ടോ. കാങ്ങത് അവിടെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ്, ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണുള്ളത്. ആൾക്ക് വെള്ളത്തിന് കുറച്ച് പേടിയാണ്. നമ്മൾ ഈ കടലിലൂടെ ഈ ഫാസ്റ്റ് ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ചെറിയ ഒരുപാട് ഐലൻഡുകൾ കാണുന്നില്ലേ? അതൊക്കെ ആൾ താമസമില്ലാത്ത ഐലൻഡുകളാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇത് മുമ്പോട്ടേക്ക് പോകുന്ന ആ മുമ്പിൽ കാണുന്ന ഐലൻഡ്, അവിടെയാണ് ശരിക്കും നമുക്ക് പോകേണ്ടത്. അതാണ് കൊച്ചാങ് ഐലൻഡ്. ഇതാണ് ഈ കൊച്ചാങ് ഐലൻഡിൻ്റെ ബോട്ട് ജെട്ടി, അഥവാ പിയറിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ ഇറങ്ങുന്നില്ല. ഈ ഐലൻഡ് ആ പിന്നിലായിട്ട് കാണുന്നില്ലേ, അത് മൊത്തം ഈ ഒരു ഐലൻഡ് തന്നെയാണ്. ചെറിയൊരു ഐലൻഡ് ആണെങ്കിൽ കൂടി ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റുകൾ നന്നായിട്ട് വരുന്നുണ്ട്. ഇതാണ് കൊച്ചാങ് പിയർ. ഇവിടെയാണ് ശരിക്കും നമുക്ക് പോകേണ്ടത്, ഈ പിയറിലാണ് പോകേണ്ടത്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങുന്നില്ല. നമ്മൾക്ക് വേണ്ടി ഈ ബോട്ട് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് നമ്മളെ ഈ ബോട്ട് കൊണ്ടെത്തിച്ച് തരും. അപ്പോൾ മറ്റുള്ള കുറച്ച് പാസഞ്ചേഴ്സൊക്കെ ഇവിടെ ഇറങ്ങുന്നുണ്ട്. പിന്നെ ചിലരൊക്കെ ബോട്ടിലേക്ക് കയറുന്നുണ്ട്, കാരണം കൊപ്പയാം ഐലൻഡിലേക്ക് പോകാനുള്ള പാസഞ്ചേഴ്സാണത്. അപ്പോൾ അവിടുന്ന് വീണ്ടും ബോട്ട് മുമ്പോട്ട് നീങ്ങി തുടങ്ങി. അതായത് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലമുണ്ട്. അതായത് ഇപ്പോൾ പോകുന്നത് ഞങ്ങൾ ശരിക്കും ഒരു പ്രോപ്പർട്ടി സംബന്ധിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനോ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിലായിട്ട്, ഈ വീഡിയോ തന്നെ ഞാനൊരു 4-5 എപ്പിസോഡായിട്ടാണ് ചെയ്യുന്നത്, 4-5 പാർട്ടായിട്ട്. അപ്പോൾ അതിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ ലാൻഡ് വാങ്ങുന്നതിനെക്കുറിച്ചും എങ്ങനെ വാങ്ങണമെന്നും നമ്മുടെ പേരിൽ എങ്ങനെ വാങ്ങാമെന്നും അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചും ഒക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അടുത്ത വീഡിയോയിൽ, വരുന്ന വീഡിയോയിലൊക്കെ ആയിട്ട്. അതേപോലെ ഞങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടിയൊക്കെ കാണിച്ചു തരാം ഞാൻ അടുത്ത വീഡിയോയിൽ, വരും വീഡിയോയിൽ, ഏതെങ്കിലും വീഡിയോയിൽ അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ടാകും. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇനി നമുക്കൊരു 15 മിനിറ്റും കൂടെ ഈ ബോട്ടിൽ യാത്ര ചെയ്താലാണ് നമുക്ക് ഇറങ്ങേണ്ട ആ ഒരു സ്ഥലം എത്തുന്നത്. അപ്പോൾ അവിടത്തേക്ക് നമുക്ക് വേണ്ടി മാത്രമായിട്ട് പോവാണ് ഇപ്പോൾ ഈ ബോട്ട്. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മൾക്ക് ഇറങ്ങാനുള്ള സ്ഥലമായി. ഈ ഒരു തീരത്താണ് നമുക്ക് ഇറങ്ങേണ്ടത്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട അതേ ഐലൻഡ് തന്നെയാണിത്. അത് ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ്, കണ്ടില്ലേ? അവിടെ നമ്മൾ ആദ്യം ഒരു പേര് കണ്ടിരുന്നില്ലേ, അതേ ഐലൻഡ് തന്നെയാണ്. പക്ഷേ നമുക്ക് ഇറങ്ങേണ്ടത് ഇവിടെ ആയതുകൊണ്ട് അവർ പ്രത്യേകിച്ച് നമ്മളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമായിരുന്നു. അതുമാത്രമല്ല, നമ്മളെ കാത്ത് ഇവിടെ നോയി എന്ന് പറയുന്ന ഒരു ലേഡി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നോയിയുടെ ബ്രദറുമാണ് അത്. നമുക്ക് വേണ്ടി ഒരു ലാഡറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇത് നോയിയുടെ റെസ്റ്റോറൻ്റാണ്. നോയിക്ക് ഇവിടെ ഏക്കർ കണക്കിന് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. ഈ ഐലൻഡിൽ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് അവർക്ക് ബ്രദേഴ്സും അവരുടെ സിസ്റ്റേഴ്സും ഒക്കെ ഈ ഐലൻഡിലുണ്ട്. അവർക്കൊക്കെ ഒരുപാട് പ്രോപ്പർട്ടീസും ഈ ഐലൻഡിലുണ്ട്.
അപ്പോൾ എൻ്റെ ശബ്ദത്തിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, കാരണം ഞാൻ പനി പിടിച്ച് കിടന്നുകൊണ്ട് എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് പോയി കിടക്കുമായിരുന്നു. അതൊക്കെ ഇനി റെഡിയായി വരണം. അപ്പോൾ ഈ ഐലൻഡിൻ്റെ വിശേഷങ്ങളും മറ്റും ഒക്കെ ഞാൻ അടുത്ത പാർട്ടിൽ വിശദമായിട്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഇവിടെ തന്നെ വളരെ എന്താ പറയുക, ശാന്തസുന്ദരമായ ഒരുപാട് മരങ്ങളും തണലും ഒക്കെയുള്ള വാഴത്തോട്ടങ്ങളും റബ്ബറും ഒക്കെയുള്ള അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ബീച്ചും ഒക്കെയുള്ളൊരു ഐലൻഡാണിത്. ഈ റെസ്റ്റോറൻറ്റ് നന്നായിട്ട് നല്ല ഫുഡുകളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. പക്ഷേ മെനു ഒന്നും ഉണ്ടാവില്ല. നമുക്ക് എന്ത് ഫുഡാണ് വേണ്ടത് അത് അവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നോയി ഉണ്ടാക്കി തരും. നല്ല ബിസിനസ്സൊക്കെയുള്ള ഒരു ഷോപ്പാണിത്. ഇവിടെ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇവിടെ ആരും ടൂറിസ്റ്റുകൾ ഇല്ലാത്ത സമയം നോക്കി ചെയ്തത്. കാരണം അതിനൊരു കാരണമുണ്ട്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ നമുക്ക് എന്തുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തത് എന്നുള്ളത്, അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ തീർച്ചയായും ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. പറയാനേ പറ്റുള്ളൂ, അതും കാണിക്കാൻ പറ്റില്ല അവരെ. കാരണം ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട്. അത് എന്താണെന്ന കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇവിടെ കണ്ടില്ലേ, ഈ തീ എപ്പോഴും ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. രാവിലെ മുതൽ രാത്രി ഈ കട അടക്കുന്നത് വരെ. ഒരു 10 മണി വരെയൊക്കെ ഈ കട തുറന്നിരിക്കും. 9-9:30 വരെയൊക്കെ കട തുറന്നിരിക്കും. ഇവിടെ ഹമ്മോക്കൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഹമ്മോക്കിൽ കിടന്ന് റെസ്റ്റ് എടുക്കാം. അതുകൂടാണ്ട് ഇഷ്ടംപോലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സൊക്കെ ഉണ്ട്. എല്ലാം ചെയ്തിരിക്കുന്നത് ബാംബു കൊണ്ടാണ്. ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുള്ള വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കൂടുതൽ ലെങ്തി ആക്കുന്നില്ല. കാരണം ഒന്നാമത് എൻ്റെ സൗണ്ടൊന്നും ശരിയില്ല, പിന്നെ റെസ്റ്റ് എടുക്കുകയാണ്, കണ്ണൊക്കെ പെയിൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.